അങ്ങനെ ആ വലിയ സസ്പെൻസ് പൊളിഞ്ഞിരിക്കുകയാണ്. ലൈവില് പണപ്പെട്ടി ടാസ്കിന്റെ എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇവിടെ 3G ആയത് നെവിൻ മാത്രമല്ല, ആദിലയും കൂടിയാണ്. എന്താണെന്നല്ലേ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദിലേക്ക് ഒരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ശോഭ വിശ്വനാഥ് പുറത്തിറങ്ങിയിട്ട് പലപ്പോഴും ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശോഭയിൽ നിന്നാണ് അത് ആദ്യം കേൾക്കുന്നത്. അതായത് നൂറയും ആദിലയും അതിൽ ബുദ്ധി ഉണ്ടെങ്കിൽ ഇതിൽ ഒരാൾ പണപ്പെട്ടി എടുത്തോണ്ട് പോകണം, ഒരാളെ പുറത്തിറങ്ങിയിട്ട് മറ്റേ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഫൈനൽ 5ലേക്ക് എത്തിക്കുക. ഇങ്ങനൊരു കാര്യം ശോഭയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പലപ്പോഴായിട്ട് ആദിലയുടെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു പണപ്പെട്ടിയുടെ കാര്യം. അത് ആദിലയും നൂറയും അനുമോളും പിന്നെ ആദില എല്ലാവരുടെ പോയും ഒക്കെ ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ലാലേട്ടൻ അത് കൈയോടെ പൊക്കി, ലാലേട്ടനും അത് ചോദിച്ചു. പക്ഷേ ഇപ്പോ ബിഗ് ബോസ് ഇവരുടെ ഈ ചർച്ചയെല്ലാം കണ്ടിട്ട് മൊത്തം പ്ലാൻ അട്ടിമുട്ടി മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ചർച്ച കണ്ടിട്ട് മാറ്റി എന്നൊന്നും എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ബിഗ് ബോസ് ഈ പ്ലാൻ എല്ലാം മാറ്റി. ഇപ്പോ ഉള്ള ടാസ്ക് എന്ന് പറയുന്നത് അവർക്ക് ആദ്യം പണത്തിന്റെ ഒരു പെരുമഴ എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് ആണ്. ഇതില് 10,000 രൂപയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള 100ന്റെ നോട്ടുകൾ, നാണയങ്ങളൊക്കെ ഇങ്ങനെ മഴ പോലെ പെയ്യും. ആർക്ക് വേണമെങ്കിലും എടുക്കാം എക്സെപ്റ്റ് നെവിന് ലാലേട്ടൻ കൊടുത്ത പണിഷ്മെന്റ് അനുസരിച്ച് എടുക്കാൻ പാടില്ല. ബാക്കി എല്ലാവർക്കും ഈ പറയുന്ന താഴെ വീഴുന്ന പൈസകൾ നുള്ളിപ്പറക്കാം. അങ്ങനെ എടുക്കുന്ന കാശ് ആർക്കാണോ കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്ര കിട്ടുന്നോ അത് അവർക്ക് സ്വന്തമാക്കാം. അവരത് എടുത്തുകൊണ്ട് ഇപ്പൊ കൂടുതൽ എടുത്തൊരാൾക്ക് അതും എടുത്തുകൊണ്ട് പോകാം എന്നൊന്നുമില്ല. ഈ ആഴ്ചയിലെ ടാസ്ക് കാശ് നേടുക എന്നുള്ളതാണ്. പക്ഷെ കാശ് നേടി അവർക്ക് അതും കൊണ്ട് ഇവിടുന്ന് പോകണം, ക്വിറ്റ് ചെയ്യണം എന്ന് ഇല്ല. അങ്ങനെ ക്വിറ്റ് ചെയ്യുന്നില്ല. പണപ്പെട്ടിയും നേടാം, ഇവിടെ തുടരുകയും ചെയ്യാം. അതാണ് ഈ സീസണിന്റെ ഒരു പ്രത്യേകത. പിന്നെ എന്താണ് പണി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു 50 ലക്ഷം രൂപയോളം ഇവരെടുത്തു വെച്ചോ, അല്ലെങ്കിൽ 30 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഒരു 10,000 രൂപ, ഇവര് ഈ പറയുന്ന പൈസ അവർ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണോ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആകുന്നത്, ആ വിന്നർ ആകുന്ന ആൾക്ക് ഒരു പ്രൈസ് മണി ഉണ്ടല്ലോ, ആ പൈസയിൽ നിന്ന് ഇവരെടുക്കുന്ന ഈ ഒരു ടാസ്കിലൂടെ അവർ എടുക്കുന്ന കാശ് മൈനസ് ചെയ്തിട്ടേ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 7 വിന്നറിന് ഉള്ള കാശ് കൊടുക്കത്തോള്. എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസൺ വിൻ ചെയ്യുന്ന ആൾക്കാണ് ഈ പണി കിട്ടാൻ പോകുന്നത്. അതായത് വിൻ ചെയ്യുന്ന ആളുടെ കാശിൽ നിന്ന് വേണം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആർക്കാണവോ കിട്ടുക. അപ്പൊ വിൻ ചെയ്യുന്ന ആള് തന്നെ ഈ ടാസ്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വിൻ ചെയ്യുന്ന കാശും കിട്ടും, പണപ്പെട്ടിക്കാത്ത കാശും കിട്ടും. അതുകൊണ്ട് ആ ഒരാൾ തന്നെ ഇത് മൊത്തം എടുക്കാൻ പറ്റും എന്നുള്ളത് അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിന്റെ ചർച്ചകളൊക്കെ അവിടെ നടക്കുകയാണ്. പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ നെവിന് ഈ ഒരാഴ്ച ഈ ഒരു ടാസ്കിലും പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് കേട്ടപ്പോഴത്തേക്കും നെവിന്റെ എല്ലാ കിളികളും പാറിപ്പറന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും റെഡിയായി, സാരിയൊക്കെ ഉടുത്തിരുന്നവരൊക്കെ സാരിയൊക്കെ മാറി എല്ലാം റെഡി ആകുന്നുണ്ട്. ഈ സമയം കൊണ്ട് നെവിൻ വീണ്ടും അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അവിടെ വലിയ പ്രശ്നങ്ങളിലൊന്നും നൂറയും ആദിലയും അനുമോളും ഒന്നും പോകുന്നില്ല. സവാളയൊക്കെ എടുത്ത് എന്തോ കട്ട് ചെയ്ത് എന്തോ ഉണ്ടാക്കാൻ എങ്ങാണ്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നെവിൻ സംസാരിക്കുന്നുണ്ട്. നെവിൻ അവരുടെ അടുത്ത് കൂട്ടുകൂടി മിണ്ടുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല, സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഇതുവരെയും മിണ്ടാതിരുന്ന നെവിൻ സംസാരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നെവിൻ പറയുന്നുണ്ട്, ഞാനതൊന്ന് മരപ്പാവയോ, ഈ ആഴ്ച മുഴുവൻ ഞാൻ വെറുതെ ഇരിക്കണമോ എന്നൊക്കെ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്. കാരണം നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പണം വേണം. അത് നെവിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. കാരണം സത്യത്തിൽ നെവിൻ ഈ ഒരു സീസണിൽ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് പലപ്പോഴും അറിയാം, കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ മത്സരിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആണ്. ഇപ്പം ജാൻമണിയായിട്ടൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസിനകത്തൊക്കെ റീൽസിനകത്തൊക്കെ ഈ പറയുന്ന നെവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ആരും നോട്ടീസ് ചെയ്യാതെ, അല്ലെങ്കിൽ അധികം ആരും നോട്ടീസ് ചെയ്യാത്ത നെവിൻ ഈ ഒരു ഫെയിമിനും ഈ ഒരു പണത്തിനും വേണ്ടി തന്നെയാണ് ഈ സീസണിലേക്ക് വന്നത്. ഇവിടെ നാണം കെടുവോ, അത് ആ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നാട്ടുകാരിനി എന്തു പറഞ്ഞാലും തനിക്കൊന്നും ഇല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് നെവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് വിസിബിളി അറിയാം. അതിനും അനുമോളെക്കാട്ടിയും കൂടുതൽ പ്രയോറിറ്റി ജിസേലിനുണ്ടെന്ന് തോന്നിയിട്ട് ജിസേലിന്റെ കൂടെ മണിയടിച്ച് നടന്നിട്ട് ജിസേലിന് താല്പര്യം ആര്യനോടാണെന്ന് മനസ്സിലാക്കി ജിസേലിനെ കുറച്ച് കുറ്റം പറയാൻ തുടങ്ങിയിട്ട് ആ സമയത്തൊക്കെ അനുമോളുടെ കൂടെ കൂട്ടുകൂടി നിന്നിട്ട് അവസാനം വന്നപ്പോൾ അനുമോൾക്കെതിരെ കളിക്കാൻ നോക്കുന്ന ഒരു പ്രത്യേക തരം ഗെയിം സ്ട്രാറ്റജിയുമായിട്ടാണ് നെവിൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നെവിൻ ജെനുവിൻലി എന്താണ് എന്ന് ആർക്കും അറിയത്തില്ല.
മൾട്ടി പേഴ്സണാലിറ്റി ക്യാരക്ടർ പോലെയാണ്. അതൊരു സിൻഡ്രോം എന്നൊരു വാക്ക് ഞാൻ പറയുന്നില്ല, മൾട്ടി പേഴ്സണാലിറ്റി ക്യാരക്ടർ എന്നൊക്കെ പറയാൻ പറ്റും. ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അയാളെ എവിടെ കൊണ്ടിട്ടാലും അയാൾ ജീവിക്കും. അത് അയാളുടെ കഴിവ് തന്നെയാണ്. പക്ഷെ അതൊരു ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. അതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ വ്യക്തി ഗുഡ് ആണോ, വേറൊരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്കും അവർ ബാഡ് ആയിരിക്കാം. അങ്ങനെ പലതരത്തിൽ മാറാറുണ്ട്. ഏതായാലും ശരി, നെവിൻ മാത്രമല്ല 3G ആയത്. ആദിലയുടെ ആ ഒരു വലിയ ആഗ്രഹം, പണപ്പെട്ടി എടുത്ത് പുറത്തു പോകണം, നൂറയെ സപ്പോർട്ട് ചെയ്യണം, നൂറയെ ടോപ്പ് 1 വിന്നർ ആക്കണം എന്നൊക്കെ ആയിരിക്കും ആദിലയും നൂറയും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആദില ഏതായിരുന്നു ചിന്തിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും സർവവും പ്ലിങ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാസ്കിനെ കുറിച്ച്, ബിഗ് ബോസിന്റെ ഈ ഒരു പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗസ് ചെയ്യാം ആരായിരിക്കും ഈ പണപ്പെട്ടി, ഈ ഒരു പണം മൊത്തം കരസ്ഥമാക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ സ്പോർട്സ്മാൻ ആയിട്ടുള്ള ആര്യൻ ഇപ്പോൾ എവിക്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഉള്ളതിൽ നൂറയാണ് ഏറ്റവും കൂടുതൽ നന്നായി ടാസ്ക് കളിച്ചിട്ടുള്ളത്. അക്ബർ ഉണ്ട്, അക്ബറും നന്നായിട്ട് ഗെയിം കളിക്കുന്നതാണ്. അപ്പോൾ അക്ബറിന് ഇത് കിട്ടുമോ? ഏതായാലും ശരി, കണ്ടറിയാം. നെവിൻ അക്ബറിനെ സഹായിക്കാനും ശ്രമിക്കാതിരിക്കില്ലല്ലോ. സോ നിങ്ങളുടെ കമന്റ്സ് എന്തായാലും പോകട്ടെ. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മാ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.